ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പം നമ്മൾ ചെലവുകളെ കുറിച്ച് പറയുമായിരുന്നു. ആ പറഞ്ഞ ചെലവുകളൊക്കെ നമ്മുടെ പാർട്ട് ടൈമിന്റെ സാലറിയും 12 മാസം മാത്രം ഉണ്ടാകാൻ പോകുന്ന ബ്ലോക്ക്ഡ് എമൗണ്ടും വെച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യണം. അതിന്റെ കൂടെ എന്തെങ്കിലും ഫൈനൊക്കെ കിട്ടിയാൽ അങ്ങനെയും പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവുകളും ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാനും കടം വീട്ടാനും ഒക്കെ പറ്റൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പാർട്ട് ടൈം ജോബ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്? അതേപോലെ തന്നെയാണ് ലാംഗ്വേജും. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് വർഷങ്ങളായിട്ട് എബ്രോഡ് പോകുന്നത് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ്. ജർമ്മനിയിലും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോഴൊക്കെ ഒരുപാട് പേരുള്ളതുകൊണ്ട് നല്ല കോമ്പറ്റീഷനും ആണ്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഇവിടെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ലാംഗ്വേജ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും? അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ വരാമെന്ന് പറയുന്ന ആ ഒരു സത്യം മാത്രം വിചാരിച്ച് നിങ്ങളാരും ഇങ്ങോട്ട് വരരുത്. കുറച്ചെങ്കിലും ലാംഗ്വേജ് പഠിച്ചിട്ടല്ലാതെ ഇനി വരാനിരിക്കുന്ന ഒറ്റ സ്റ്റുഡൻസും ഇങ്ങോട്ട് വരരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതോ ഒരു പ്രമുഖ തമാശയായിട്ട് പറഞ്ഞ ഡിപ്രഷനൊക്കെ റിയൽ ലൈഫിൽ അനുഭവിക്കേണ്ടി വരുന്ന പല സിറ്റുവേഷൻസും ഇവിടെ വരുമ്പോൾ ഉണ്ടായേക്കാം. കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ വരുന്നത്. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ ക്ലൈമറ്റ് ചേഞ്ചും ഇടയ്ക്കൊക്കെ വരാറുള്ള പനിയും ജലദോഷവും ഒക്കെ ആകുമ്പോൾ ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ചിലർക്കെങ്കിലും കിട്ടിയേക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന എല്ലാവർക്കും ഈ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.